قولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. സമാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന വിഷയമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹമായി അള്ളാഹ് നൽകിയ റിസ്ഖിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവധി വന്നെത്തി കഴിഞ്ഞാൽ റൂഹ് വേർപിരിയുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ അവൻ വിലപിച്ചേക്കും, അള്ളാഹുവേ, ഒരു വേള നീ എന്നെ ഒന്ന് മടക്കി തന്നാൽ. ചെയ്യാതെ വെച്ചുപോയ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് സ്വതക്കകൾ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്യാൻ എനിക്കൊരു വേള ഒരു അവസരം കൂടി തരുമോ? ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവധി വന്നെത്തി കഴിഞ്ഞാൽ പിന്നീട് ദീർഘിപ്പിക്കുകയില്ല എന്നുള്ളത്. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. റബ്ബ് നൽകിയ വിഭവങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലെങ്കിൽ ആ മരണം വന്നെത്തുന്ന നേരത്തെ നിങ്ങൾ പറയും, റബ്ബേ, എന്നെ ഒരല്പം പിന്നിലേക്ക് വെച്ചാൽ, ഒരു അവധി കൂടി എനിക്ക് തന്നു കഴിഞ്ഞാൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സ്വതക്ക ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടോളാം അല്ലാഹ്, ഞാൻ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ആയിക്കൊള്ളാം അല്ലാഹ് എന്ന് മനുഷ്യൻ വിലപിക്കുമെന്നാണ്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അവധി വന്നെത്തി കഴിഞ്ഞാൽ ഒരാത്മാവിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നേക്ക് വെക്കുകയില്ല. ആ സമയം വന്നെത്തി കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു ഒരിക്കലും എത്തിത്തരില്ല. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യത്തെ പറ്റിയും നന്നായി അറിയുന്നവൻ തന്നെയാണ്. ആ വാക്കുകൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഖാല അല്ലാഹു അസ്സ വജൽ യാ ഇബ്നു ആദം അൻഫിഖ് ഉൻഫിഖ് അലൈക. ആദമിന്റെ മക്കളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക, എങ്കിൽ നിന്റെ മേൽ ചെലവഴിക്കപ്പെടുന്നതാണ്. ഇപ്പൊ ധനം അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങളാണ്. സ്വതക്കകളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച സ്വതക്കകൾ കുടുംബവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിർധനരായ ആളുകൾക്ക് കൊടുക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, അഫ്ളലു ദീനാരി യുൻഫിഖുഹു റജുലു ദീനാറുൻ യുൻഫിഖുഹു അലാ ഇയാലിഹി. നിങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്തിൽ, നിങ്ങൾ നൽകുന്ന സദഖകളിൽ ഏറ്റവും മികച്ചത്, ഏറ്റവും ശ്രേഷ്ഠകരമായത് തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ചെലവഴിക്കുന്നതാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ കെട്ടി നിർത്തിയ യുദ്ധക്കുതിരകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കെട്ടി നിർത്തിയ ആ ജീവികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് പിന്നീട് ഉത്തമമാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണ് പിന്നീട് ശ്രേഷ്ഠകരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നൽ മുസ്ലിമ ഇദാ അൻഫഖ അലാ അഹ്ലിഹി നഫഖതൻ
വഹുവ യഹ്തസിബുഹാ കാനത് ലഹു സദഖ. ഒരു മുസ്ലിം, നിശ്ചയമായും ഒരു മുസ്ലിം തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ പോലും അവൻ അതിൽ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതെങ്കിലും അതവന് സദഖയായി രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ ബിമാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയില്ല എന്ന ആയത്ത് വന്നപ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് കേട്ട് മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്ന ഒരു രംഗമുണ്ട്. നബിയേ, ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് എന്റെ തോട്ടമാണ്. അദ്ദേഹത്തിന് ഏറെ പ്രിയങ്കരമായിരുന്ന ബൈറുഹാ തോട്ടം. ആ തോട്ടം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം, ഇത് അർഹരായവരിലേക്ക് താങ്കൾ എത്തിച്ചോളൂ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ഈ തോട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ബൈറുഹാ തോട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ച് അബൂ ത്വൽഹയുടെ തന്നെ കുടുംബത്തിൽ അതിന് അർഹതപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു, ദരിദ്രരായ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാൻ യൻസിലാൻ ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ ഫയഖൂലു അൽ-ആഖർ അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഓരോ സുബഹിയിലും ഓരോ പ്രഭാതത്തിലും രണ്ട് മലക്കുകൾ ഇറങ്ങി വന്ന് ഇപ്രകാരം പറയുകയാണ്. ഒന്നാമത്തെ മലക്ക് പറയുന്നത്, ഒന്നാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് ഏറ്റവും മഹത്തരമായത് നീ പകരം നൽകണേ, അവർക്ക് പ്രതിഫലം നൽകണേ എന്ന രൂപത്തിൽ ഒന്നാമത്തെ മലക്ക് പ്രാർത്ഥിക്കുമെന്നാണ്. എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളുണ്ട്. ഇത് കൊടുത്താൽ കുറഞ്ഞു പോകുമോ എന്ന് വിചാരിച്ച് പിടിച്ചു വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മലക്കുകളുടെ പ്രാർത്ഥന, രണ്ടാമത്തെ മലക്കിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് നീ നാശം വരുത്തണേ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വതക്കയുടെ കാര്യം, അദ്ദേഹത്തിന്റെ ദാനധർമ്മത്തിന്റെ കാര്യം അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയായിരുന്നു. എല്ലാവരെയും സഹായിച്ചുകൊണ്ട് നൽകാൻ കഴിയുന്നതിന്റെ പരമാവധി സ്വതക്കകൾ നൽകിക്കൊണ്ട് ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ കൂടുതൽ പ്രോത്സാഹനം നൽകിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ധാരാളക്കണക്കിനായ ആളുകൾ ഇങ്ങനെ സ്വതക്ക നൽകുന്നത് കണ്ടപ്പോ, ആളുകൾ ഈ മാർഗത്തിൽ മുന്നിലേക്ക് പോകുന്നത് കണ്ടപ്പോ, സാധാരണക്കാരിൽ സാധാരണക്കാരായ വളരെ പാവപ്പെട്ട സ്വഹാബത്തുണ്ടായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. ധനികരായ ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ ധനികരായ ആളുകളും സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ വകയില്ലാത്തവരും സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ സ്വഹാബത്ത് ധനികരായ ആളുകളെല്ലാം ധാരാളക്കണക്കിന് സ്വതക്കകൾ കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലം വാങ്ങുന്നത് കണ്ടപ്പോ പ്രയാസത്തോടുകൂടെ സങ്കടത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നപ്പോ റസൂൽ അവരോട് പറഞ്ഞത്, ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സദഖ വകുല്ലി തക്ബീറത്തിൻ സദഖ വകുല്ലി തഹ്മീദത്തിൻ സദഖ വകുല്ലി തഹ്ലീലത്തിൻ സദഖ വഅംറുൻ ബിൽ മഅറൂഫി സദഖ വനഹ്യുൻ അനിൽ മുൻകരി സദഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കാൻ, നിങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല എന്നല്ലേ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ കൊടുക്കാൻ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിശ്ചയമായും നിങ്ങൾ ചൊല്ലുന്ന ഓരോ സുബ്ഹാനല്ലാഹും ഓരോ അൽഹംദുലില്ലയും ഓരോ അല്ലാഹു അക്ബറും ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹും നിങ്ങളുടെ മേൽ സദഖയായി രേഖപ്പെടുത്തുന്നതാണ്. നിങ്ങൾ നന്മ ചെയ്താൽ, നന്മ കൽപ്പിച്ചാൽ ആ അംറും ബിൽ മഅറൂഫ് നിങ്ങളുടെ മേൽ സദഖയാണ്. നിങ്ങൾ ഒരു തിന്മ കണ്ടാൽ അതിനെ എതിർത്താൽ ആ നഹിയുൻ അനിൽ മുൻകർ നിങ്ങളുടെ മേൽ സദഖയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ രൂപത്തിൽ സമ്പത്തിൽ നിന്ന് അല്ലാഹു നൽകിയ വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കണമെന്നാണ്. ഒന്നുമില്ലെങ്കിൽ വലൗ ബിശഖി തംറത്തിൻ ഫമൻ ലം യജിദ് ഫബികലിമത്തിൻ ത്വയ്യിബ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണമെന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. അതും നിങ്ങളുടെ കയ്യിലില്ലേ, ഫബികലിമത്തിൻ ത്വയ്യിബ, ഒരു നല്ല വാക്ക്
വാക്ക് പറഞ്ഞിട്ടെങ്കിലും നിങ്ങൾ ആ നരകത്തെ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് ബോധ്യപ്പെടുത്തുകയാണ്. റസൂലിന്റെ വാക്കാണ്, ലാ തഖൂമുസ്സാഅ ഹത്താ യക്സുറുൽ മാലു വയഫീള ഹത്താ യഖ്റുജ റജുലു ബിസകാത്തി മാലിഹി ഫലാ യജിദു അഹദൻ യഖ്ബലുഹാ മിൻഹു. ലോകാവസാനം വരുന്നതിന് മുമ്പ് അന്ത്യനാളിന്റെ അടയാളമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത് ധനം കുമിഞ്ഞുകൂടുമെന്നാണ്. ആളുകൾക്കിടയിൽ ധനം കുമിഞ്ഞുകൂടി ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒരു മനുഷ്യൻ തന്റെ സകാത്തിന്റെ മുതലുമായി പുറത്തിറങ്ങും. സകാത്തിന്റെ സമ്പത്തുമായി ഒരു മനുഷ്യൻ പുറത്തിറങ്ങും. ഈ സകാത്തിന്റെ സമ്പത്ത് അതിന്റെ അവകാശികളെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി. എന്നാൽ ആർക്കും ആ സകാത്ത് ആവശ്യമായി വരികയില്ല. ആ രൂപത്തിൽ ധനം കുമിഞ്ഞുകൂടുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക. യഖൂലു ഇബ്നു ആദം മാലി മാലി മാലക മിൻ മാലിക്. ആദമിന്റെ മക്കൾ ഇങ്ങനെ പറയാണ്, ഇതെന്റെ സമ്പത്താണ്, ഇതെന്റെ സ്വത്താണ്, ഇതെന്റെ മുതലാണ്, എന്റെ തോട്ടമാണ്, എന്റെ വിയർപ്പാണ്. ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്താണ് യഥാർത്ഥത്തിൽ അവന്റെ സമ്പത്ത്? നീ തിന്ന് തീർത്തതല്ലാത്തത് എന്താണ് നിന്റെ സമ്പത്ത്? നീ വസ്ത്രമായി ധരിച്ചു നുരുമ്പിപ്പോയതല്ലാത്ത എന്താണ് നിന്റെ സമ്പത്ത്? നിനക്ക് ബാക്കിയാവുന്നത് ഒരൊറ്റ കാര്യമാണ്. നീ ആർക്കെങ്കിലും വല്ലതും കൊടുത്തിട്ടുണ്ടോ? നീ ആർക്കെങ്കിലും വല്ല സ്വതന്ത്രയും കൊടുത്തിട്ടുണ്ടോ? അത് മാത്രമാണ് നിനക്ക് ബാക്കി ഉണ്ടാവുക. നീ കഴിച്ചത് തീർന്നുപോയി, നീ ധരിച്ചത് നുരുമ്പിപ്പോയി, ഇനി മറ്റൊന്നുമില്ല. അനന്തരാവകാശികൾക്ക് വേണ്ടിയൊക്കെ നീ മാറ്റിവെക്കുന്നത് നീ കൊടുത്താലും ഇല്ലെങ്കിലും നിന്റെ മരണത്തോടു കൂടി അത് നിന്റെതല്ലാതായി മാറി. എത്ര സമ്പാദിച്ചു കൂട്ടിയാലും നീ അള്ളാന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് എന്തോ അതാണ് നിനക്ക് ബാക്കി ഉണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അയ്യു സദഖതി അഫ്ളലു യാ റസൂലുള്ളാഹ്. പ്രവാചകരെ, സദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ സദഖ ഏതാണ്? സദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിന് പ്രിയങ്കരമായ സദഖ, ഏറ്റവും ശ്രേഷ്ഠകരമായ സദഖ ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നീ ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത്, നീ ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത്, തഅ്മലുൽ ഗിനാ വ തഖ്ശൽ ഫഖർ, നീ ധനത്തെ ആഗ്രഹിക്കുന്ന സമയത്ത്, നിന്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ, കുറച്ച് ധനം നിന്റെ കയ്യിലുള്ളൂ, ഒരുപാട് സമ്പത്തില്ല കൊടുക്കാൻ, വളരെ കുറച്ച് കണക്കാക്കിയ കുറച്ച് സമ്പത്തേ നിന്റെ കയ്യിലുള്ളൂ. ഒരുപാട് ധനം നീ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നീ യുവാവാണ്, നീ ചെറുപ്പക്കാരനാണ്, അങ്ങനെ ഒരു സമയമാണ്. അത് മാത്രല്ല, ഇത് കൊടുത്താൽ ദാരിദ്ര്യം വരുമെന്ന് നീ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചു മാത്രമുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് നീ കൊടുക്കുന്ന ആ ഒരു സ്വതക്ക ഉണ്ടല്ലോ, അതിനോളം ശ്രേഷ്ഠകരമായ ഒരു സ്വതക്ക ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, ഉണ്ടായിട്ട് കൊടുക്കുക. ഓൽക്കൊക്കെ ഉണ്ടല്ലോ, ഓല വീടുണ്ടില്ലേ, ഓല കാറുണ്ടില്ലേ, ഓല പറമ്പുണ്ടില്ലേ, നല്ല നമുക്കുള്ളതിൽ നിന്ന് ചെലവഴിക്കാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാ. ഒരുപക്ഷെ കോടികളുള്ള ഒരു മനുഷ്യൻ തന്റെ സമ്പത്തിൽ നിന്ന് 1,00,000 കൊടുക്കുന്നതും വെറും 1000 രൂപ കയ്യിലുള്ള ഒരു മനുഷ്യൻ 100 രൂപ കൊടുക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മീസാനിൽ വ്യത്യസ്തമായി ഘനം തൂങ്ങുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൊടുക്കുന്ന സംഖ്യയുടെ വലിപ്പമല്ല, കൊടുക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ വലിപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ അല്ലാഹു ഇങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കും എന്ന് മനസ്സിലാക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് പുണ്യം കരസ്ഥമാക്കുന്നവരെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه فائزين برضا الله أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമസ്കാരവുമായി ചേർത്ത് പറഞ്ഞ ഒരു വിഷയമാണ് സക്കാത്ത്. നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നിങ്ങൾ നിർവഹിക്കുക, അത് നൽകുക. 27ഓളം പ്രാവശ്യം പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമെങ്കിൽ അത്രമാത്രം പ്രാധാന്യത്തോടു കൂടി സക്കാത്തിനെ പറ്റി പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം, വളർച്ച എന്നൊക്കെയാണ്. സക്കാത്ത് കൊടുത്തിട്ട് ഒരു മനുഷ്യനും ഈ ദുനിയാവിൽ തളർന്നു പോയിട്ടില്ല.
സകാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെയും ഔദാര്യവും അല്ല, അത് അതിന് അവകാശികളായി റസൂലുള്ള പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയ 8 അവകാശികളുണ്ട്. അതിൽ ഫഖീറുണ്ട്, മിസ്കീനുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആമിലുണ്ട്, മുഅല്ലഫത്തു ഖുലൂബുണ്ട്, റിഖാബുണ്ട്, ഫീ സബീലില്ലാഹുണ്ട്, വബ്നസ് സബീലുണ്ട്, ഗാരിമുണ്ട്. ദരിദ്രരായ മനുഷ്യർ, സാധുക്കളായ മനുഷ്യർ, സകാത്തിന്റെ ജോലിക്കാർ, അതുപോലെ തന്നെ അമുസ്ലിങ്ങളിൽ നിന്നൊരു വിഭാഗം, അവർ ദീനുമായിട്ട് ഹൃദയത്തെ ബന്ധിപ്പിച്ച അമുസ്ലിങ്ങൾ, അവരും ഈ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ അടിമമോചനം ഇന്നതില്ല, അതിന്റെ ആവശ്യവുമില്ല. അതുപോലെ തന്നെ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന്റെ വിഷയമാണ് പ്രത്യക്ഷമായി ഫീ സബീലില്ലാ. പണ്ഡിതന്മാർ ദഅവത്ത് എന്ന രൂപത്തിൽ കൂടെ ഫീ സബീലില്ലാഹയെ വിശദീകരിച്ച് നമുക്ക് കാണാം. അതുപോലെ തന്നെ വബ്നസ് സബീൽ, വഴിയാത്രക്കാരൻ കൂട്ടത്തിൽ പെടുന്നുണ്ട്, ഗാരിമതിൽ പെടുന്നുണ്ട്, കടം കൊണ്ട് ബുദ്ധിമുട്ടിയ മനുഷ്യൻ. ഈ രൂപത്തിലുള്ള അവകാശികളിലേക്ക് ഇത് എത്തണം എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു മഹല്ല് സംവിധാനമുണ്ട്. സൂചിപ്പിക്കുവാനുള്ളത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ് മുഴുവനും നോറ്റിട്ടും എത്രയോ രാത്രി നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടും വീണ്ടും നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയെ പറ്റി നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ സമ്പത്തിൽ ഈ പറയപ്പെട്ട ആളുകളുടെ അവകാശമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, നമ്മൾ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, നമ്മുടെ വീട് കെട്ടുന്നതെങ്കിൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബറക്കത്ത് ഉണ്ടാവില്ല, നമ്മുടെ ദുആകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് കണക്ക് കൂട്ടി നൽകണം. സകാത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു സംഖ്യ ഇത് വെച്ചോ എന്ന് പറഞ്ഞു കൊടുക്കൽ സകാത്ത് അല്ല. സ്വതക്ക വേറെയാണ്, ദാനധർമ്മങ്ങൾ വേറെയാണ്. സകാത്ത് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി നൽകേണ്ടതാണ്, കൃത്യമായി അത് നൽകണം. അതുപോലെ തന്നെ ആ സകാത്ത് സ്വീകരിക്കുന്നവരിൽ ഈ പറയപ്പെട്ട 8 ആളുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എല്ലാവരും ആ സകാത്തുകൾ വാങ്ങുന്ന ഒരു പരിപാടിയില്ല, എല്ലാവർക്കും അത് കൊടുക്കാനും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സദഖയോ സകാത്തോ സ്വീകരിച്ചിട്ടില്ല. ഹദിയകൾ സ്വീകരിക്കുമായിരുന്നു, സമ്മാനങ്ങൾ സ്വീകരിക്കുമായിരുന്നു. എന്നാൽ സദഖയോ സകാത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടില്ല. സകാത്തിന്റെ മുതലിൽ നിന്ന് ഒരു കാരക്കയുടെ ഒരു കഷ്ണം തന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു കടിച്ചപ്പോ റസൂലുള്ളാഹിക്ക് വിചാരിക്കാമായിരുന്നു, പകരം ഒരു 4 കാരക്ക ഞാൻ കൊണ്ടുവന്നിട്ടാ മതിയല്ലോ. റസൂലുള്ള അത് വിചാരിച്ചില്ല. ചവച്ച കാരക്കയുടെ കഷ്ണം പിന്നെ കൊടുക്കാനും പറ്റൂല. എന്നിട്ടും റസൂലുള്ള തന്റെ കൈവിരൽ വായിലേക്കിട്ടു. തന്റെ പേരക്കുട്ടിയുടെ, കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ടില്ല, ആ ചവച്ച കാരക്കയുടെ ചീള് പോലും റസൂലുള്ള വിരല് കൊണ്ട് പുറത്തേക്കിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് മുഹമ്മദിന്റെ കുടുംബത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സകാത്ത് അതിനർഹരിലേക്ക് മാത്രമേ എത്താവൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വരുമാനത്തിൽ വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 595 ഗ്രാം വെള്ളിയുടെ മാർക്കറ്റ് റേറ്റിന് അത്രയും തുല്യമായ തുക നമുക്ക് നീക്കിയിരിപ്പുണ്ടെങ്കിൽ ആ നീക്കിയിരിപ്പിൽ അതിന്റെ 2.5% നമ്മൾ സകാത്ത് കൊടുക്കേണ്ടതാണ്. ഓരോ ഇനങ്ങളിലും അതിന്റെ നിസാബുണ്ട്. സ്വർണവുമായി ബന്ധപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കേണ്ടത് 10.5 പവനാണ്. ആ 10.5 പവനിൽ കൂടുതലുണ്ടെങ്കിൽ, 11 പവൻ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ആ 1/2 പവൻ അല്ല കൊടുക്കേണ്ടത്. എത്രയാണോ ഉള്ളത് അതിന് ഒന്നിച്ച് അതിന്റെ 2.5% സകാത്തായിട്ട് നൽകേണ്ടത്. അതുപോലെ തന്നെ വിൽപ്പനക്ക് വെച്ച ഭൂമിയാണെങ്കിൽ അതിന് സകാത്തുണ്ട്. അതുപോലെ തന്നെ വിളകളെ സംബന്ധിച്ചിടത്തോളം 5 വസ്ക് എന്നുള്ളതാണ് നാട്ടിലെ മുഖ്യ ഭക്ഷ്യധാന്യം. 5 വസ്ക് 6 കിൻഡലാണ് ഏകദേശം വരിക. അതുണ്ടെങ്കിൽ അവിടെ നിസാബുണ്ട്. അല്ലെങ്കിൽ അതിന്റെ വിലയ്ക്ക് തുല്യമായ രൂപത്തിൽ കാർഷിക വിളകൾ ഉണ്ടെങ്കിൽ അവിടെ സകാത്തുണ്ട്. ഈ കണക്കുകളെ കൃത്യമായി പഠിച്ചുകൊണ്ട്, അതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്, കണക്ക് കൂട്ടിക്കൊണ്ട് ആ സകാത്ത് കൃത്യമായി അതിന്റെ മഹല്ല് സംവിധാനത്തെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിശാച് നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖർ വയഅമുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല വല്ലാഹു വാസിഉൻ അലീം. പിശാച് ഇതിങ്ങനെ ചെലവഴിക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നത് ദാരിദ്ര്യം വരുന്നു പറഞ്ഞിട്ടാ. സദഖ കൊടുക്കണ്ട, സകാത്ത് കൊടുക്കണ്ട, നിന്റെ കയ്യിൽ നിന്ന് തീർന്നു പോകുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവൻ കൽപ്പിക്കും. എന്നാൽ അല്ലാഹു നമ്മളെ വിളിക്കുന്നത് മഗ്ഫിറത്തിലേക്കാണ്, പാപമോചനത്തിലേക്കാണ്, അവന്റെ ദയയിലേക്കാണ്, കാരുണ്യത്തിലേക്കാണ്. ആ കാരുണ്യത്തെ തേടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അർഹമായ രൂപത്തിൽ അത് കൃത്യമായ ആളുകളിലേക്ക് എത്തട്ടെ. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി കൊണ്ട് നൽകുമ്പോൾ മാത്രമാണ് നമ്മുടെ മറ്റ് കർമ്മങ്ങൾ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. ഇല്ലെങ്കിൽ മറ്റു കർമ്മങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ സകാത്തിന്റെ പേരിൽ നരകത്തിൽ കിടക്കേണ്ട ഒരു ദുരവസ്ഥ നമുക്കുണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഈ സാമ്പത്തിക വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, സാന്ദർഭികമായ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. വർത്തിക്കുന്ന ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന കോഴിക്കോട് CH സെന്റർ, ആ കോഴിക്കോട് CH സെന്ററിന് വേണ്ടിയാണ് ഇന്നത്തെ കളക്ഷൻ. അതുകൊണ്ട് പരമാവധി കഴിയുന്ന രൂപത്തിൽ അതിൽ സഹകരിക്കണം.